ഹെലൻ ഭയങ്കരമായിട്ട് മൈ വേ ബൈ കല്യാണിയെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഹെലന്റെ വീഡിയോ കാണാം. സുഗുണം പോകരുത്. എന്റെ ഫീൽഡിൽ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് മൈ വേ ബൈ കല്യാണി അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു കോണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്ന ഒരു വ്യക്തി കണ്ടിട്ട് മനസ്സിലായില്ലടാ. ഏതോ ഒരു ക്ലിനിക്കിൽ പോയിട്ട് അവർക്ക് ഉണ്ടായ ഒരു അനുഭവം ഷെയർ ചെയ്തതിന് ഭയങ്കരമായിട്ട് ആൾക്കാർ ട്രോളുന്നതും നെഗറ്റീവായിട്ട് അത് ചിത്രീകരിക്കുന്നതും. നീ കേടത് തന്നെ ജീവിക്കുന്നേ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞൂടെ. മെയിൻ ആയിട്ട് ഇവരുടെ ഒക്കെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആളൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. ആൾക്ക് ഒരുപാട് പ്രൊഡക്റ്റുകളൊക്കെ പിന്നെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് അതിന്റെ ഇൻഫെക്ഷനും കാര്യങ്ങളും ഒക്കെ സ്കിന്നിൽ വന്നിട്ട് 7 മാസമായിട്ട് ആളിത് പറഞ്ഞില്ല. ആൾക്കാരോട് ഇത് ചികിത്സിക്കുകയാണ് എന്ന് പറഞ്ഞില്ല. ഇവര് ഈ കണ്ട ക്രീംസ് ഇതെല്ലാം മുഖത്ത് വാരി തേച്ച് സ്കിന്ന് ഡാമേജ് ആയി, എന്നിട്ടും ആരും അറിയാതെ പോയി ചികിത്സ നടത്തുകയാണ്. എന്തിനായി കുന്താണ്ടൊക്കെ തേക്കുന്നത്? എന്തൊക്കെ ഇട്ടാലും ഈ മോന്ത എങ്ങനെയായിരിക്കും? ഈ വേ ബൈ കല്യാണി ആവട്ടെ, പിന്നെ ഗ്ലാമി ഗംഗ ആവട്ടെ, ഈ പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ആരും തന്നെ ഒരാളുടെയും വീട്ടിൽ വന്നിട്ടോ അല്ലെങ്കിൽ അവരെ പേഴ്സണലി വിളിച്ചിട്ടോ ഈ പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങിയേ പറ്റൂ, ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിന്റെ മുന്നിൽ നാളെ സൂര്യൻ ഉദിക്കില്ല എന്നോ നാളെ തന്നെ നിങ്ങളെ തീർത്ത് കളയുന്നോ ആരും പറയുന്നില്ല. ഇങ്ങനൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇഫ് യു വോണ്ട് ടു, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ട്രൈ ചെയ്യാം എന്നുള്ളതാണ്. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. മറ്റുള്ള കെമിക്കൽ പ്രൊഡക്ട്സ് ഒക്കെ പറയുന്നത് പോലെ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളെ ടാൻ പൂർണ്ണമായി മാറ്റാന്നൊന്നും ഈ ഒരു പ്രൊഡക്റ്റ് പറയുന്നില്ല. തൂക്കിയല്ലോ നാദാ. പക്ഷെ ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് 7 ദിവസം നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മാജിക്കലി നിങ്ങളുടെ ടാൻ റിമൂവ് ആവുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. നീ എന്നെ കൂടുതൽ മണ്ടനാക്കാടാ. ഈ ഒരു പ്രൊഡക്റ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഭയങ്കര പ്രീമിയവും നാച്ചുറൽ ആണ്. ലൈക്ക് ഗോട്ട് മിൽക്ക്, സാൻഡൽവുഡ്, 2 ബോണ്ട, ഒരു സവാളവട, ഒരു സുഖിയ. ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടിന്യൂസ്ലി 7 ദിവസമായി യൂസ് ചെയ്യുന്നു. എന്റെ സ്കിന്നിലുള്ള ടാൻ നല്ലപോലെ പിടിച്ച് നീ ഇത് മെറ്റയില്ല ഡൾപ്പോ. അയ്യോ, ഇത് പറഞ്ഞ് ഞാൻ തോറ്റി. മേലാൽ ഇങ്ങനൊന്നും ചെയ്യില്ല. 5-6 അബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. നീ ഇത് കുളിച്ചപ്പോ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഭിത്തി വരെ വെളുത്തല്ലോ കുഞ്ഞതിന്റെ. ഇത് നോക്കിയേ, ഇത് വല്ലാത്തൊരു കഴിവുള്ള സോപ്പ് തന്നെ കേട്ടാ. അതല്ല ഉദ്ദേശം, മാറി. നിങ്ങൾ ഈ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഈ നമ്മുടെ മലയാള സിനിമാ നടൻ മോഹൻലാൽ ഒരു ഐസ്ക്രീമിന്റെ പരസ്യം, കിവി ആണെന്ന് തോന്നുന്നു, ചെയ്യുന്നുണ്ട്. ഡെയിലി അവരുടെ വീട്ടിൽ ഐസ്ക്രീം അവർ തിന്നുന്നുണ്ട്. അവർ ഡയറ്റ് ഒക്കെ ചെയ്യുന്ന ആളായിരിക്കും, ഐസ്ക്രീമേ കഴിക്കുന്നുണ്ടാവില്ല. പിന്നെ കണ്ണൻ ദേവൻ ചായ, ചിലപ്പോ ഈ ലാലേട്ടൻ ചായ കുടിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല. നിങ്ങൾ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നേ? ലാലേട്ടൻ രാവിലെ കണ്ണൻ ദേവൻ ചായ കുടിച്ച് രാത്രി ഉറങ്ങുമ്പോൾ കിവിന്റെ ഐസ്ക്രീം വെച്ച് ഡെസേർട്ട് നിന്ന് ഡെയിലി കിടക്കുന്ന ആളാണെന്നാണോ? ഉരുളുവാണ് സാർ, ഇവൻ ഉരുളുവാ. ഇവിടെ കിടന്നു